വോൾട്ടേജ് കുറവിന് പുറമെ അമിത ലോഡ് മൂലമുള്ള വൈദ്യുതി തകരാറും വിതരണ ശൃംഖലയെ താളം തെറ്റിക്കുകയാണ്. തകരാറുകൾ ഉടൻ പരിഹരിക്കാൻ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ടെന്ന് KSEB ആവർത്തിക്കുമ്പോഴും പരാതികൾ കുറയുന്നില്ല. ഈ നിലയിൽ വൈദ്യുതിയുടെ വർദ്ധിച്ച ആവശ്യം തുടർന്നാൽ വിതരണ മേഖലയിലെ പ്രതിസന്ധി വരും ദിവസങ്ങളിൽ രൂക്ഷമായേക്കുമെന്നാണ് ആശങ്ക. ലോഡ് പരിശോധിച്ച് ആവശ്യമായിടങ്ങളിൽ അനുയോജ്യമായ ട്രാൻസ്ഫോമറുകൾ മാറ്റി സ്ഥാപിക്കുന്നതടക്കം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും വൈദ്യുതി തടസ്സത്തിന് കുറവുണ്ടാവുന്നില്ല. ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനം ഇനിയും കുറയാനുള്ള സാധ്യതയും ആശങ്ക കൂട്ടുന്നു. കഴിഞ്ഞ ദിവസത്തെ ആകെ ആഭ്യന്തര ഉൽപ്പാദനം 23.7486 ദശലക്ഷം യൂണിറ്റായിരുന്നു. പീക്ക് സമയത്തടക്കം ആവശ്യം വലിയ തോതിൽ കൂടിയതിനാൽ 86.3553 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി പുറത്തുനിന്നും വാങ്ങേണ്ടി വന്നു. വൈദ്യുതിയുടെ ആവശ്യകത ചരിത്രത്തിലില്ലാത്ത വിധം വർദ്ധിച്ചിട്ടും ഇതുവരെ നിയന്ത്രണം വേണ്ടിവരാത്തത് നേട്ടമായാണ് സംസ്ഥാന ഊർജ്ജ വകുപ്പ് അവകാശപ്പെടുന്നത്. പുതിയ സബ്സ്റ്റേഷൻ സ്ഥാപിച്ചതും ശേഷി കൂട്ടിയതും പ്രതിസന്ധി നേരിടാൻ പര്യാപ്തമാക്കിയെന്നാണ് സർക്കാർ വാദം. അതേസമയം സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡ് പിന്നിട്ട് 11 കോടി യൂണിറ്റ് കടന്നു. പീക്ക് സമയത്തെ ഉപയോഗം ഏറ്റവും ഉയർന്ന നിലയായ 5487 മെഗാവാട്ടിലേക്കെത്തി. ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനം പീക്ക് സമയത്ത് 1636 മെഗാവാട്ട് മാത്രമായിരുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.